ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായ കെറ്റാമെലോണുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്ത്. കെറ്റാമെലോൺ ഡാർക്ക് നെറ്റ് വഴി ഒരു മാസം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകൾ പണമിടപാടിനായി ഉപയോഗിച്ചത് മെനോറ്റോ ക്രിപ്റ്റോ കറൻസിയാണ്. പിടിച്ചെടുത്തത് 70 ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയും. പിടിയിലായ എഡിസൺ ഡാർക്ക് നെറ്റിലെ പ്രധാന കണ്ണിയെന്ന് NCB വ്യക്തമാക്കുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെയാണ് NCB ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവിടുന്നത്. കേരളത്തിലെ വലിയ ബന്ധങ്ങളുള്ള വലിയ ശൃംഖലയുടെ ഭാഗമാണ് ഈ മൂവാറ്റുപുഴ സ്വദേശി എന്നതാണ് വിവരം. ഇതിൽ മറ്റാരൊക്കെ ഉൾപ്പെടുന്നു? ഇത് സംബന്ധിച്ച തുടർ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് NCB കടക്കുന്നത്? സജിത്ത്, നിലവിൽ ഈ എഡിസന്റെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹായിയെ ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല ഒരു 5 പേരെ കൂടി ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതപ്പെടുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഇത്രയും ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായി ഇവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ആരിലും ഞെട്ടലുളവാക്കുന്നതാണ്. കാരണം ഇവരൊരു ലെവൽ 4 എന്ന രീതിയിൽ വരുന്ന ആ ഒരു വിഭാഗത്തിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ബിസിനസ്സുകൾ ഇവിടെ നടത്തിയിരുന്നു. കൂടുതൽ ഈ അന്താരാഷ്ട്ര ശൃംഖലയുമായിട്ട് ട്രൈബ് സീസസ് എന്ന് പറയുന്ന ഒരു ശൃംഖലയുമായിട്ട് ഇവർക്ക് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് 70 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഒരു മാസം ഇവർ ഈ 10,000 ഇതിൻ്റെ ഇടപാടുകൾ, LSD ബ്ലോട്ടുകളുടെ ഇടപാടുകൾ നടത്തുന്നു. ഒരു സ്റ്റാമ്പിനടക്കം ഇവർ കൈകാര്യം ചെയ്യുന്നത് ഏതാണ്ട് 2,000 മുതൽ 4,000 രൂപ വരെ വില വെച്ചാണ് ഇതെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ ഇടപാടുകാരെ തന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതൊരു ഡിസ്കൗണ്ട് രീതിയിലെല്ലാം തന്നെ സ്ഥിരം ആളുകൾക്ക് കൊടുക്കാനും അങ്ങനെ കൂടുതൽ വിപണി ഇതിലൂടെ എത്തിക്കാനും എല്ലാം തന്നെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റിലായ ആൾ വലിയ രീതിയിലുള്ളൊരു ബന്ധങ്ങളുള്ള ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെ ആസ്പദമായത് ഇത്തരം ഒരു സംഘത്തെക്കുറിച്ചുള്ള സംശയത്തിലേക്കടക്കം നീങ്ങുന്നത് ജൂണിൽ ഒരു പാർസൽ തപാൽ കൊറിയർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ്. അതിൽ നിന്ന് ഏതാണ്ട് 35 ലക്ഷം രൂപ ഈ വിപണിയിൽ വില വരുന്ന LSD ബ്ലോട്ടുകൾ അതിൽ കണ്ടെടുക്കുകയും ചെയ്തു. അതിൽ ഈ 3 തപാലുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരേ വിലാസത്തിലും കാര്യങ്ങളിലുമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആ രീതിയിലേക്ക് അന്വേഷണം തിരിയുന്നതും പിന്നെ ഈ മൂവാറ്റുപുഴ സ്വദേശി എഡിസണിലേക്ക് അടക്കം അന്വേഷണം എത്തുകയും ചെയ്യുന്നത്. തുടർന്ന് അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ രീതിയിലുള്ള ഈ ശൃംഖലകളുടെ ഞെട്ടിപ്പിക്കുന്ന അതിൻ്റെ ഒരു ആഴവും പരപ്പും എല്ലാം വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളും കൂടുതൽ പേരിലേക്കും തന്നെ അന്വേഷണം എത്തുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സജിത്ത. യെസ്, സുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത്. ദുരൂഹതകളുടെ ഡാർക്ക് നെറ്റിലെ മയക്കുമരുന്ന് ഇടപാടുകൾ സംബന്ധിച്ച സുപ്രധാന വിവരങ്ങളിലേക്കാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എത്തിയിരിക്കുന്നത്. ഇന്നലെ അവർ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയാണ് വരുന്നത്.